ഹായ് നമസ്കാരം. ഈ ലോക്ക്ഡൗൺ കാലം എല്ലാവർക്കും വീട്ടിലിരിപ്പിൻ്റെ കാലമായിരുന്നു, വീട്ടു തടങ്കലിൻ്റെ കാലമായിരുന്നു. പലരും പല പരീക്ഷണങ്ങളും നടത്തി. ചിലർ കൃഷിപ്പണിയിൽ പരീക്ഷണങ്ങൾ നടത്തി, ചിലർ അടുക്കളയിലെ പരീക്ഷണങ്ങൾ നടത്തി, അതായത് കുക്കിങ്ങിലെ പരീക്ഷണങ്ങൾ നടത്തി. ചിലർ കവിത എഴുതി, ചിലർ പാട്ടുപാടി, ടിക്ടോക്ക് ചെയ്തു, ചിലർ നോവൽ എഴുതി. അത്തരം വലിയ സാഹിത്യ സൃഷ്ടികളൊക്കെ പലരും നടത്തിയിട്ടുണ്ടാവാം. അതൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ചിലർ യൂട്യൂബ് വീഡിയോകൾ ചെയ്തു, ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ. അങ്ങനെ പല പരീക്ഷണങ്ങളും പലരും നടത്തി. ഒരു ഫോട്ടോഗ്രാഫർ, അതായത് നജീബ് ഷാ എന്നു പേരുള്ള ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം എന്ത് പരീക്ഷണമാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അദ്ദേഹം തൻ്റെ ക്യാമറ പുറത്തെടുത്ത്, മറ്റു പലരെയും പോലെ ക്യാമറയെ അലമാരയ്ക്കകത്ത് അടച്ചു വയ്ക്കുന്നതിന് പകരം അദ്ദേഹം തുറന്ന് പുറത്തെടുത്ത് അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാവന ചിറക് വിരിച്ച് നൃത്തമാടിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം നൽകി. അതിലൂടെ ഉണ്ടായ പല പരീക്ഷണങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ച ചിത്രങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ക്ലിക്കാവുകയും വൈറലാവുകയും ഒക്കെ ചെയ്തു. പല അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓൺലൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ആ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് എടുത്തത് എന്നുള്ള രഹസ്യം, അതിൻ്റെ ഗുട്ടൻസ് ഇതുവരെയും അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. ഈ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം അത് പുറത്തുവിടുകയാണ്. ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ടറിയാം. ഓക്കെ, നമുക്ക് കാണാം. ലോക്ക്ഡൗണിൽ നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ ഒരു സമയമാണല്ലോ. കാരണം നമ്മൾ ശരിക്കും പുറത്തൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു എൻ്റെത്. അപ്പോൾ കുറേ ആളുകൾ എൻ്റെ എഫ്പിയിലൂടെ വന്നിട്ട് അതിനെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വളരെ അധികം സന്തോഷം, എനിക്ക് കൂടുതൽ പ്രോത്സാഹനം വന്നു. വീട്ടിൻ്റെ മുകളിലാണ് ഞാനും ഫാമിലിയും താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് വീടിൻ്റെ ഉള്ളിലും ഇവിടുത്തെ ചെറിയ ടെറസിൻ്റെ ഭാഗമുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു പടങ്ങളുടെ എല്ലാം പടം എടുത്തിരുന്നത്. ആദ്യം ഞാനെടുത്ത ഫോട്ടോ ഒരു രണ്ട് തേങ്ങ വെച്ചിട്ട്, ആ തേങ്ങ തുറന്ന് വെച്ചിട്ട് അതിലേക്ക് വെള്ളം പെട്ടെന്ന് ഒഴിച്ചിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന സ്പ്രെഡിങ്, അതായിരുന്നു ഫസ്റ്റ് ഫോട്ടോ എൻ്റെത്. പിന്നെ രണ്ടാമത് ഞാനെടുത്ത ഫോട്ടോ പൂച്ച മത്സ്യക്കറി വെക്കുമ്പോൾ മത്സ്യം ഏറുന്നണ്ട് ഇടുമ്പോൾ പൂച്ച വന്ന് നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. കുട്ടി ബാഗിൽ കിടക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ. കാരണം ബാഗ് കണ്ടപ്പോൾ എനിക്കൊരു ഹരം തോന്നി, അതിൽ കുട്ടിയെ കിടത്തി. പെങ്ങളുടെ കുട്ടിയെ നമ്മൾ 40 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ബാഗ് വില കൂടിയ ബാഗും നല്ല സോഫ്റ്റും ആവുമല്ലോ, അതുകൊണ്ടായിരിക്കും കുറച്ച് നേരം അതിൽ കിടന്നു. അപ്പോൾ അങ്ങനെയാണ് അതുണ്ടായത്. പിന്നെ മിഠായിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മിഠായി എറിയുന്ന ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ചെന്നപ്പോൾ അവനെ എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഏത് ഫോട്ടോ ഒക്കെ ഞാൻ പറയും, നിന്നിട്ട് സ്റ്റില്ലായിട്ട് ഫോട്ടോ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്തെങ്കിലും ചെയ്യും എന്നാലും ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ജംപ്സ്. ഫസ്റ്റിൽ എനിക്ക് ജംപ്സ് കിട്ടിയില്ല, കാരണം ഫോക്കസ് എഫിലായിരുന്നു, ഓട്ടോ ഫോക്കസിലായിരുന്നു. പിന്നെ അത് മാനുവൽ ആക്കിയിട്ടാണ് ഞാനത് രണ്ടാമതാണ് എനിക്ക് ആ പടം കിട്ടിയത്. അങ്ങനെയാണ് ആ ജംപ്സ് മിഠായിയുടെ പടം ഉണ്ടായത്. മത്സ്യം ചാടുന്ന ഒരു ഫോട്ടോ, അത് ശരിക്കും ആ കടക്കാരൻ മത്സ്യത്തിന് വിൽക്കുന്ന അലങ്കാര മത്സ്യങ്ങൾ പക്ഷികളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ വെറുതെ ചെന്നപ്പോൾ അദ്ദേഹം പറയാം, നിങ്ങൾ ഫോട്ടോഗ്രാഫറാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു സാധനം ചെയ്തിടുമെന്ന് തന്നെ. അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ ചെയ്ത സാധനമാണ്. ആ മത്സ്യം പിടിച്ച് മേലെ കെട്ട് അങ്ങനെ ഉണ്ടായ പടമാണ്. ആ മത്സ്യം ശരിക്കും അപ്പുറത്തെ കുടത്തിലേക്ക് ചാടുന്ന ഒരു ഫോട്ടോ, അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം, രണ്ട് കളറിൽ ആ വെള്ളം തെറിക്കുന്ന ഫോട്ടോയുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ അത് രണ്ട് കല്ല് കറക്റ്റ് സമയത്ത് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ സ്പ്രെഡിങ് വന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് രണ്ടും മുട്ടിയിട്ട് വെള്ളം സ്പ്രെഡാവുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഗ്ലാസ് അധികം പൊട്ടാറാണ് പതിവ്. കാരണം ഇട്ടുണ്ടെങ്കിൽ നമ്മൾ പടം എടുക്കുന്ന സമയത്ത് ശരിക്ക് ഗ്ലാസ് എന്തായാലും പൊട്ടും. കാരണം പൊട്ടുന്ന രൂപത്തിലുള്ള പടങ്ങളാണ് നമ്മൾ ഗ്ലാസ് കൊണ്ടുള്ള പടങ്ങളൊക്കെ അങ്ങനെയാണ്. ഏകദേശം ഒരു 10-25 ഗ്ലാസ്സുകൾ അങ്ങനെ പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ പൂച്ച ക്യാമറയിലേക്ക് നോക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങളെ വീട്ടിനടുത്തുള്ള പൂച്ചയാണ്. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന പൂച്ചയാണത്. കുഴപ്പമൊന്നുമില്ല, ആരും ഉപദ്രവിക്കില്ല, നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കുന്ന പൂച്ചയാണ്. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ എനിക്കൊരു അരം, ഞാൻ വൈഫിനോട് പറഞ്ഞു ഒന്ന് എടുത്ത് വെച്ച് നോക്കുന്നതന്നെ. പൂച്ചനെ ഒന്ന് വെച്ചു, പക്ഷെ പൂച്ച നിൽക്കില്ലല്ലോ, പെട്ടെന്ന് പൂച്ച ചാടി പോവുകയും ചെയ്തു. അതിലാകെ 2-3 സ്നാപ്പിൽ ഒരു സ്നാപ്പ് മാത്രമാണ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുള്ളത്, ആ പൂച്ച ക്യാമറയൊക്കെ നോക്കുന്ന ആ ഒരു സംഭവം.
ഇഡ്ഡലി പാത്രത്തിന് സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ പിന്നെ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇന്ന് എന്താ പടം എടുക്കുക എന്നുള്ളതാണ്, ഇന്നും ഓരോ പടം എടുക്കണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു നമ്മൾ ഷർട്ട് പാൻസൊക്കെ നമ്മൾ ഡെയിലി വസ്ത്രം ധരിക്കുന്ന പോലെയാണ് ഫോട്ടോഗ്രാഫിയുടെ മൂഡ്. എനിക്ക് എന്തെങ്കിലും ചെയ്തിരിക്കണോ അതിന് വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ അലയുന്ന വീട്ടിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കലാണ്. ആ സമയത്താണ് ഇഡ്ഡലി പാത്രം അങ്ങനെ ഫ്രെയിമിൽ കണ്ടത്, അതായത് വീട്ടിൽ കണ്ടത്. അപ്പോൾ ഞാനതെടുത്തിട്ട് പയ്യനെ നിർത്തി ഒരു 2-3 ടേക്ക് എടുത്ത് ഒരു 4-ാമത്തെ ടേക്കിലാണ് ആ ഫോട്ടോ കിട്ടി, കറക്റ്റ് ഒരു പടം കിട്ടിയത്. അങ്ങനെയാണ് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഫോട്ടോ ഉണ്ടായത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഞാനാക്കിയ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആടിൻ്റെ മരണം എന്ന ഫോട്ടോ ആയിരുന്നു. വർത്തമാനം പത്രത്തിൽ വന്നൊരു ഫോട്ടോ ആയിരുന്നു അത്. 2005 ആ ഫോട്ടോ വന്നത്. അതായത് KSRTC മലപ്പുറം KSRTC സ്റ്റാൻഡിൽ ഒരു KSRTC കയറിയിട്ട് ചത്ത് കിടക്കുന്ന ആടിൻ്റെ 5 മക്കൾ ആടിനെ നോക്കി കരയുന്നതും അതിൻ്റെ ബാക്കിൽ ജീസസ് എന്ന് പറയുന്ന ലോറിയുടെ നെയിം ബോർഡ് ജീസസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഫോട്ടോ അത് എല്ലാം കൂടി ഒത്തു വന്നു. 5 കുട്ടികൾ കരയുന്നതും പിന്നെ കീപ് ലെഫ്റ്റ് തന്നെ ഒരു ബോർഡ്, ഒരു മെസ്സേജ് വാണിംഗ്, അത് എല്ലാം കൂടി ആയിട്ടുള്ള പടമായിരുന്നു. അതിനാണെങ്കിൽ 3 സംസ്ഥാന അവാർഡ് ദേശീയ അവാർഡ് കിട്ടിയ ഫോട്ടോ ആയിരുന്നു. കണ്ടല്ലോ, നജീബ് ഷാ എന്ന ഫോട്ടോഗ്രാഫറുടെ ഭാവന ചിറക് വിരിച്ചാടിയത് കണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം ഇഷ്ടമായില്ലേ? അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഈ ഫോട്ടോ എടുത്തതെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടില്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്കുമാകാം ഇതുപോലുള്ള പരീക്ഷണങ്ങൾ. ലോക്ക്ഡൗണിൽ എന്തായാലും ക്യാമറ അലമാരയിൽ അടച്ചുപൂട്ടി ലെൻസിൽ ഫംഗസൊക്കെ കയറാനുള്ള അവസരം കൊടുക്കുന്നതിന് പകരം അതിനെയൊക്കെ പുറത്തെടുത്ത് ഇതുപോലുള്ള ഭാവന ചിറക് വിരിച്ച് പല പരീക്ഷണങ്ങളും നടത്തി മുന്നോട്ട് പോയാൽ ഭാവി എന്ന് പറയുന്നത് ഇത്തരം പ്രതിഭകൾക്കുള്ളതാണ്. കാരണം ഫോട്ടോഗ്രാഫർമാർക്ക് ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങുകളെല്ലാം കുറച്ചുകൊണ്ടിരുന്നു, കല്യാണങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇനിയുള്ള സാഹചര്യത്തിൽ പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പ്രതിഭകൾക്ക് മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തങ്ങളുടെ അവനവൻ്റെ പ്രതിഭാവിലാസം തെളിയിക്കാനുള്ള ഒരു അവസരമായി, സുവർണാവസരമായി ഈ ലോക്ക്ഡൗൺ കാലത്ത് കാണുക. ക്യാമറകൾ പുറത്തെടുക്കുക, വീട്ടിലിരുന്ന് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുക. പിന്നെ ഇതുപോലുള്ള പല കാഴ്ചകളും ഇനി നിങ്ങൾക്ക് കാണാം. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.